അച്ഛാ എത്ര കാലമായി അച്ഛൻ പള്ളിയില്? ഞാൻ വന്നിട്ട് ഇപ്പോൾ 3ാമത്തെ വർഷമാണ്. 2 വർഷം കഴിഞ്ഞു, 3ാം വർഷം. എവിടെ എങ്ങനെയുണ്ട് അകമലവരത്തെ? നല്ല സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. ഇവിടെ ആദ്യം വരുമ്പം ഇപ്പം ഇത്രയും ടൗണിൽ നിന്ന് ഇത്രയും വരുന്നത് കൊണ്ട് അച്ഛന്മാർ ചിലപ്പോൾ ആദ്യം ഒന്ന് പെട്ടെന്ന് വരുന്നവർക്ക് ആദ്യം ചിലപ്പം ഒരു ചെറിയൊരു മൈനർ ഷോക്ക് വല്ലതും ആയിരിക്കാം. കാരണം അത് ഞാൻ ഇടയ്ക്കൊരു അച്ഛൻ ഇവിടെ വന്ന് താമസിച്ച സമയത്ത് ഒരാഴ്ച നിന്നു. അപ്പോൾ ആ സമയത്താണ് ഈ കറണ്ട് ഇടയ്ക്ക് പോകുന്നത്. അപ്പോൾ അത് അച്ഛൻ ഭയങ്കരമായിട്ട് അയ്യോ ഇവിടെ ഇങ്ങനെ ഉൾപ്രദേശത്ത് താമസിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പക്ഷേ ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഇത് ഹൃദ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാലാവസ്ഥയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും പിന്നെ ചുറ്റുപാടും പ്രകൃതി രമണീയത കണ്ടില്ലേ? അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി ഈ സ്ഥലം. പിന്നെ ആളുകളൊക്കെ ആണെങ്കിലും നമുക്കറിയാം മലയോര പ്രദേശങ്ങൾ, ഗ്രാമാന്തരീക്ഷങ്ങളൊക്കെ കുറച്ചും കൂടെ മനസ്സ് ഇങ്ങനെ സ്നേഹമൊക്കെ ഉള്ള നല്ല മനുഷ്യരാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ മൊത്തത്തിൽ? കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ഇടയ്ക്ക് നമ്മുടെ ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുമ്പോൾ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചൂടുകാലത്തൊക്കെ പാലക്കാടൻ ചൂട് ഭയങ്കരമായിട്ട് സാധാരണ ഉള്ളതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. പാലക്കാടുള്ള പോലത്തെ ചൂടൊക്കെ തന്നെ ഉള്ളൂ, വേറെ പിന്നെ ഒന്നുമില്ല. പിന്നെ സാധാരണ മഴയുണ്ട്, വെള്ളമൊക്കെ കയറലും ഉരുൾപൊട്ടലും അങ്ങനത്തെ കേൾക്കാറുണ്ട് അവിടെ. നമ്മുടെ ഉരുൾപൊട്ടലൊന്നും ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് കേട്ടിട്ടില്ല. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അത് ഇവിടുത്തെ ബാധിക്കുന്നില്ല. ഡാം കെട്ടിൻ്റെ അവിടെ നിന്ന് തുറന്നു വിടുന്നതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് അധികം കയറത്തില്ല. ഇവിടെ ആ പുഴയുടെ അടുത്തൊക്കെ കുറച്ച് വെള്ളം കയറും, പക്ഷെ അല്ലാതെ ഒന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ആ പുഴയുടെ അടുത്തുള്ള കുറച്ച് വീടുകൾ മാത്രം അവർ ചിലപ്പോൾ ഒന്ന് മാറി താമസിക്കേണ്ടി വരും. കുറച്ച് വീടുകൾ അങ്ങനെ വരുന്നുണ്ട്, അല്ലാതെ വലിയ കാര്യമായിട്ട് നാശനഷ്ടങ്ങളോ ഒന്നുമില്ല. നമ്മുടെ പള്ളിക്ക് ഉണ്ടായ ഒരു സാഹചര്യവും, നമ്മുടെ ഈ പള്ളിയാണ് ശരിക്കും ഒറിജിനലി ഇവിടെ ഉണ്ടായിരുന്ന പള്ളി. അത് നമ്മൾ ആദ്യം അവിടെ ഒരു ബംഗ്ലാവിലാണ് കുർബാന ചൊല്ലിയിരുന്നതെന്ന് ജോസ് പി ചിറ്റലപ്പള്ളിയച്ഛനാണ് തുടക്കം. അച്ഛൻ അവിടെ കുർബാന ചൊല്ലിയിരുന്നു വിശേഷ ദിവസങ്ങളിൽ. അത് കഴിഞ്ഞ് ഇവിടെ ഈ സ്ഥലം വാങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ പള്ളി തെരുവുകുന്നേൽ അച്ഛൻ്റെ സമയത്താണ് ഈ പള്ളി പണിയുന്നത്. ഈ പള്ളി 1975 സമയത്താണ് ഇവിടെ ഈ കൂട്ടായ്മ വരുന്നത്, ഈ ഇടവക എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 47 വർഷമായിട്ടുണ്ടാവും. 3 വർഷം കൂടെ കഴിഞ്ഞാൽ ജൂബിലിയാണ്. അടുത്ത അച്ഛൻ വന്നിട്ട് ജൂബിലി ആഘോഷിക്കും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ വന്നത് തെക്കിൽ നിന്നുള്ളവരാണ്, കോട്ടയം, ചങ്ങനാശ്ശേരി, പാല ആ പ്രദേശത്തു നിന്നുള്ളവരാണ്. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഉള്ളവർ കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളവർ ഇവിടെ ഈ എസ്റ്റേറ്റുകളിൽ റബ്ബർ വെട്ടാനൊക്കെ ആയിട്ട് വന്നവരാണ്. കുറേ എസ്റ്റേറ്റുകളുണ്ട് ഇവിടെ, നിങ്ങൾ വരുന്ന വഴിക്കൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ടാപ്പിങ്ങിനൊക്കെ ആയിട്ട് വന്നവരാണ് കൂടുതലായിട്ടുള്ളവർ. കുറച്ച് പേര് ഇവിടെ സ്ഥലമെടുത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഇതാണ് ശരിക്കും ഇവിടെ കുടിയേറ്റക്കാരുടെ മെയിൻ. ഇപ്പോഴും ആണെങ്കിലും ആ ടാപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇവരുടെ ഒരു മെയിൻ ഇത് എന്ന് പറയുന്നത്. ഇവർ താമസിക്കുന്ന വീടും ആ ഒരു ചെറിയ സ്ഥലവും മാത്രമേ അവർക്ക് താമസിക്കാനായിട്ടുള്ളൂ. അല്ലാതെ സ്ഥലം എടുത്ത് കൃഷി ചെയ്യുന്ന ആ ഒരു ഇതില്ലേ, അത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ നമ്മുടെ ഈ ഇടവകയിൽ, അകമലവരം ഈ ഇടവകയിൽ. അപ്പോൾ ഈ ഇടവകയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ ഒരൊറ്റ ഇടവകയായിരുന്നു ഇവിടുത്തെ എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയിട്ട്, കത്തോലിക്കർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് മാതാപ്പള്ളി എന്ന് പറഞ്ഞ്, വെള്ളങ്കണ്ണി മാതാപ്പള്ളി എന്ന് പറഞ്ഞ അടുത്ത് ലത്തീൻ പള്ളി, അത് തിരിഞ്ഞു പോയി. പിന്നെ വേറെ ഒരു ആനക്കല്ലെന്ന് പറഞ്ഞ അപ്പുറത്തൊരു പള്ളിയുണ്ട്. അവിടെയും അത് ദൂരം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറേ ആ പള്ളി. അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തേക്കും അതിൻ്റെ വീട്ടുകാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പം 8-9 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പള്ളി പണിയേണ്ട ആവശ്യം വന്നു. അങ്ങനെ ആ പള്ളി ഒരു 5 കിലോമീറ്റർ അപ്പുറം ആനക്കല്ല് എന്ന് പറഞ്ഞ് ഔസേപിതാവിൻ്റെ പേരിലൊരു പള്ളി അവിടെ പണിതിട്ടുണ്ട്. ഇപ്പോൾ 2 പള്ളിയിലും വികാരിച്ച ഞാൻ തന്നെയാണ്. ചെറിയ 2 പള്ളികളാണല്ലോ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമ്മുടെ ഇടവക ഇവിടെ ഇപ്പോൾ ഒരു 50-ന് അടുത്ത് വീട്ടുകാരാണ് ഈ പള്ളിയിലുള്ളത്. ആനക്കല്ലൊരു 30-നടുത്ത് വീട്ടുകാരും പിന്നെ മാതാപ്പള്ളിയിൽ ഒരു 60, അങ്ങനെ ആ ഒരു റേഞ്ചിൽ വീട്ടുകാരുണ്ട്, ഫാമിലീസുണ്ട്. അങ്ങനെയാണ് ഇവിടെയുള്ള കത്തോലിക്കർ. ഇത് കൂടാതെ അവിടെ ഒരു യാക്കോബായ പള്ളിയുണ്ട്, അവിടെയും കുറച്ച് വീട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ പ്രദേശത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കൂട്ടമാണ്, ഇത്രയും പേരാണ്. പിന്നെ ഇവിടെ ഇതൊരു നമ്മുടെ ആദിവാസികളിൽ നിന്ന് വിളിക്കപ്പെടുന്നവരുമുണ്ട്, നമ്മുടെ ട്രൈബൽസ് ആയിട്ടുള്ളവർ. അവരുടെ കോളനികൾ ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ 2 സ്കൂളുകളാണല്ലോ. ഒന്ന് ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് ആനക്കല്ല്, പിന്നെ നമ്മുടെ സ്കൂളുണ്ട് ഒരു ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളുണ്ട്. ആദ്യം ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ ഈ സ്കൂളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് LP സ്കൂളാണ്. പക്ഷെ നമ്മുടെ അത് UPയും ഹൈസ്കൂളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ ഒരു ചിന്തയുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. ആ സമയത്ത് ചിന്തിക്കുമായിരുന്നെങ്കിൽ അത് നല്ല രീതിയിൽ വരുമായിരുന്നു. ഈ നാടിന് കുറച്ചും കൂടെ ഉപകാരപ്രദമാകുമായിരുന്നു. കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അറിവ് മാത്രമല്ല, ആ ഒരു വ്യക്തിത്വ പരിശീലനം കൂടെ വേണമല്ലോ. നമ്മുടെ സിസ്റ്റേഴ്സ് നന്നായിട്ട്, കേരളത്തിലെ നമ്മുടെ സിസ്റ്റേഴ്സ് നന്നായിട്ടാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമായിരുന്നു, നല്ലതായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലും കൂടെ.
പിന്നെ ഈ പള്ളി ഈ നാടിന് ഒത്തിരി കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു എന്നാ പറയുക കൂട്ടായ്മ പള്ളിയും ഇടവാംഗങ്ങളും ബാക്കിയുള്ളവരും തമ്മിലുണ്ട്. ഈ എല്ലാ പ്രോഗ്രാമുകളും ഇപ്പോൾ ഇവിടെ തിരുനാൾ നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കാം, തിരുനാളിൻ്റെ സമയത്ത് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് ശനിയാഴ്ച. ആ സ്റ്റേജ് പ്രോഗ്രാമിന് ഈ നാട്ടിലുള്ള എല്ലാവരും പ്രോഗ്രാം അവതരിപ്പിക്കും. നമ്മുടെ ഇടവകാർ മാത്രമല്ല, നാട്ടിലുള്ള എല്ലാവരും പ്രോഗ്രാം അവതരിപ്പിക്കും. ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ തിരുനാളിൽ എല്ലായിടത്തും പോയി പിരിക്കുകയും ചെയ്യും. പിന്നെ ക്രിസ്മസിന് കരോൾ എല്ലാ വീടുകളും പോകും. ഇവിടെ നിന്നിട്ട് അവിടെയുള്ള എല്ലാ പ്രദേശത്തും എല്ലാ വീടുകളിലും പോകും, നമ്മുടെ വീടുകളിൽ മാത്രമല്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നാട്ടുകാരുമായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കളിക്കാൻ വൈകുന്നേരം കളിയുണ്ട്. കളിക്കാനായിട്ട് ഷട്ടിൽ കളിക്കാൻ നമ്മുടെ ബാക്കിയുള്ള വരും ഇടവക്കാർ മാത്രമല്ല, ബാക്കിയുള്ളവരും വരും. അപ്പൊ അങ്ങനെ നന്നായിട്ട് പോകുന്നു. ഇവിടെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളും ഒക്കെ എന്താ അവസ്ഥ? ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ടില്ല. ഇവിടെ ഉള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മെയിനായിട്ട് പോകുന്നത് മലമ്പുഴ നമ്മുടെ സിസ്റ്റേഴ്സിന് തന്നെ ഹോസ്പിറ്റലുണ്ട്, പോളി ഫാമിലി സിസ്റ്റേഴ്സിന്റെ തന്നെ. അവിടെ ഒരു ഡോക്ടർ റെജി ഉണ്ട്, ഡോക്ടർ സിസ്റ്റർ റെജി. ആളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളവർ നോക്കുന്നത്. ഇവർക്ക് ആളെ നല്ല വിശ്വാസമാണ്. യുവാക്കളുടെ ഒക്കെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട്? എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നവരുണ്ടോ അതോ യുവജനങ്ങളൊക്കെ പകുതിയും? കേരള സഭയെ മൊത്തം ഇപ്പൊ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് യുവജനങ്ങൾ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഉള്ള ആ ഒരു തലമുറ പുറത്തേക്ക് കയറി പോകുന്നത്. അത് അടുത്ത 30 വർഷത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നവരാണ്. പള്ളി റൺ ചെയ്യുന്നത് തന്നെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ എന്ത് പ്രോഗ്രാം, ക്രിസ്മസും കാര്യങ്ങളും എല്ലാ പ്രോഗ്രാമുകളും വരുമ്പോൾ എല്ലാം അറേഞ്ച് ചെയ്യാനും എല്ലാം യൂത്ത് തന്നെയാണ് ചെയ്യുന്നത്. തിരുനാള് ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ഒരു KCM ഒരു മീറ്റിംഗ് നടത്തിയുള്ളൂ. ജനുവരിയിലാണ് തിരുനാള്. 3 മാസം മുമ്പ് അവർ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. കൂപ്പണൊക്കെ അടിച്ച് പിരിവൊക്കെ എടുത്തൊരു പ്രോഗ്രാം നടത്താനും കാര്യങ്ങളും. നല്ല ആക്റ്റീവായിട്ടുള്ള യൂത്താണ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമുദായം, നമ്മുടെ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം ഇതര സമൂഹങ്ങൾക്ക് നമുക്ക് എത്രത്തോളം നമ്മുടെ ഒരു നമ്മൾ കാരണം ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഇടപെടൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അച്ഛന് തോന്നലില്? പിന്നെ സാമൂഹിക പ്രവർത്തനമാണെങ്കിലും നമ്മളിങ്ങനെ ഈ മെഡിക്കൽ സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ആവശ്യമായവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റുന്ന രീതി. ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ഈ പള്ളി എന്ന് പറയുമ്പോൾ ചെറിയൊരു കൂട്ടായ്മയാണല്ലോ, 50-അടുത്ത് വീട്ടുകാരേ ഉള്ളൂ. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ സഹായങ്ങളും കാര്യങ്ങളും ഫിനാൻഷ്യലി ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഹെൽപ്പുകൾ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ രൂപതയിൽ നിന്ന് നടത്തിയൊരു ഇതാണത്. ഈ ഒരു വീട് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇടവക്കാരന് തന്നെയാണ് ആ ഒരു ഇത് നടത്തിയത്. ആ ഒരു വീട് അങ്ങനെ രൂപതയിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ തന്ന അങ്ങനെ ഒരു വീട്. പിന്നെ ഇവിടെയുള്ള ആളുകൾ സഹായിച്ച ഒരു 7 ലക്ഷം രൂപയുടെ വീടാണ്. ഇവിടെയുള്ള ആളുകൾ ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ല സന്നദ്ധരായിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ ഇടവകയിലൊക്കെ ഉള്ളവർ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് സാധിക്കുന്ന രീതിയിൽ, പറ്റുന്ന രീതിയിൽ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്ക് ഈ നാട് പറയുന്ന സ്വയം പൊക്കുന്നത് പോലെ തോന്നില്ലെങ്കിലും നമുക്ക് പറയാം, ഈ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളും കാര്യങ്ങളും അത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വ്യക്തിത്വം മാറ്റം. ആളുകളിപ്പോൾ കുറച്ച് പേര് എങ്ങനെയാണോ ചെയ്യുന്നത്, ഇപ്പം ഒരു പ്രത്യേക കൾച്ചർ അവിടുത്തെ കൾച്ചറാണ്, അതിന് കുറച്ച് പേരെ ഒന്ന് മാറ്റം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് കണ്ട് അതൊരു ബെറ്റർ കൾച്ചറാണെന്ന് കണ്ട് ബാക്കിയുള്ളവർ അത് അനുകരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു കുറച്ച് പേര്, ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളുകളിലും പോകുന്ന കുട്ടികൾ അവരുടെ പേരൻസുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് അവർക്കുണ്ട്. മെയിനായിട്ട് സ്കൂളുകൾ വഴിയാണ് ആ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. അവരിടപെട്ടിട്ടുണ്ട്, പല ഫാമിലീസും ഇടപെടുന്നുമുണ്ട്. നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടിച്ചു കയറാൻ പറ്റില്ലെങ്കിലും പറ്റുന്നത് പോലെ നമ്മൾ. ഇതിനു മുമ്പ് ഇരുന്ന അച്ഛൻ ജെയിംസ് കാവലത്ത് അച്ഛൻ, എൻ്റെ തൊട്ട് മുമ്പ് ഇരുന്ന അച്ഛൻ വളരെ നന്നായിട്ട് ഈ കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ ഇവിടുത്തെ കോളനികൾ, ട്രൈബൽസിൻ്റെ കോളനികളും കാര്യങ്ങളും ഒക്കെ പോകുമായിരുന്നു. നല്ല സ്ഥിരമായ ഒരു തോതിൽ തന്നെ പോകുമായിരുന്നു. നിരന്തരമായിട്ട് അവരോട് ലഹരി ഉപേക്ഷിക്കാൻ, മദ്യപിക്കരുത് എന്നൊക്കെ അച്ഛൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യുമായിരുന്നു. എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് വേറെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. അത് ന്യായീകരണമല്ല, വേണമെങ്കിൽ ചെയ്യാം, നോക്കാം, ശ്രമിക്കാം. ചേട്ടന്മാരുടെ പേരൊക്കെ? ജോസഫ്, സിജോ ജോസ്, ജയ്മാൻ, റോയി. ഇവിടെ ഉള്ളതാണോ അതോ നാട്ടിൽ നിന്ന് വന്നതാണോ? നാട്ടിൽ നിന്ന് വന്ന ആണോ? എവിടെയാ എല്ലാവരും? ഞങ്ങളുടെ നാട് കോട്ടയം ഏറ്റുമാനൂർ കോന്നല്ലൂർ എന്ന് പറയും. ഞാനിവിടെ തന്നെ ജനിച്ചു. ഇവിടെ തന്നെ കാരണവരായിട്ട് വന്നതാണ്. ഞാൻ പാലാ വലവൂര്.
അച്ഛൻ പാലയിൽ നിന്ന് വന്നാൽ കോടഞ്ചേരി ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ. കോഴഞ്ചേരി നിങ്ങളുടെ വരുന്നത്. എങ്ങനെയുണ്ട് പള്ളിയും ചുറ്റുപാടും ആൾക്കാരും ഒക്കെ? നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലമാണ്. ഉഷാറാണ്. എല്ലാം സ്ഥലമല്ലേ? നല്ല സ്ഥലം, എല്ലാവരും നല്ല ഒത്തൊരുമ ആൾക്കാരാണ്. എല്ലാ കാര്യത്തിലും എല്ലാവരും ഒരുമിച്ച് കൂടും. എന്ത് കാര്യങ്ങളുണ്ടായാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും സജീവമാണ് എല്ലാവരും. കുടുംബ യൂണിറ്റുകളും സംഘടനകളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ഇപ്പോൾ കൊറോണ കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് ആരംഭിച്ചു വരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോകുന്നു. കൊറോണ ആയിട്ട് കുറച്ചില്ല ഇല്ലായിരുന്നല്ലോ. കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും. എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ മൊത്തത്തിൽ? 46 കുടുംബങ്ങളാണ്. 46 കുടുംബങ്ങൾ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി? സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാമ്പത്തികമുള്ള ആൾക്കാരല്ല, ചുറ്റും എല്ലാം ഒരു അത്യാവശ്യം ഇടനിലക്കാരാണ്. കൃഷിയും റബ്ബർ ടാപ്പിംഗ്, കൂടുതൽ റബ്ബർ ടാപ്പിംഗ്, റബ്ബർ മേഖലയായിട്ടുള്ള ഇതാണ് ഇവിടെ. അതാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. ചെറുകിടക്കാരാണ് അധികം. പിന്നെ അതിനകത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരും അങ്ങനെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. കൂടുതൽ കൃഷിക്കാരാണ്. അപ്പോൾ കൃഷിക്കാരും ടാപ്പിംഗുകാരുമാണ് അപ്പോൾ കൂടുതൽ. എങ്ങനെ പോകണു ഇവിടുത്തെ സംഘടനകളാണെങ്കിലും കുടുംബ യൂണിറ്റുകളിൽ ഉള്ള പ്രാർത്ഥനകളും കൂട്ടായ്മകളും ഒക്കെ? മാസത്തിലൊരിക്കൽ ഓരോ വീട്ടിലുള്ള ഓരോ യൂണിറ്റ് ഓരോ ദിവസം, ഓരോ ഞായറാഴ്ച 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് അങ്ങനെ അച്ഛൻ്റെയും സിസ്റ്റർമാർ 2 സിസ്റ്റർമാരുണ്ടാവും. പിന്നെ കുടുംബ പ്രസിഡന്റും കുറച്ച് ആൾക്കാർ അന്ന് ചില ആൾക്കാർ പങ്കെടുക്കില്ല, എന്നാലും കൂടുതൽ ആൾക്കാർ സജീവം. എല്ലാ മാസത്തിലും 4 യൂണിറ്റാണ്. 4 ഇടവ കുറച്ചാണ് യൂണിറ്റ്, 4 യൂണിറ്റാണ് കുറച്ച് അകലെ വീടുകളൊക്കെ. ചേട്ടൻ ചെറുപ്പം മുതൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ പഴക്കം ഉള്ള ആൾക്കാർ? ഏറ്റവും കൂടുതൽ പഴക്കമുള്ള പള്ളിയാണ് പള്ളിയായിട്ട് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ്. പള്ളിയുടെ തുടക്കം മുതലേ ഇവിടെ മോളിൽ എസ്റ്റേറ്റിന്റെ ഇവിടെ വരാൻ്റെ കുർബാനയുടെ മുത്തോട്ടുള്ള ഞങ്ങളൊക്കെ. അതെയോ? അന്ന് മുതലുള്ള ഇങ്ങനെ അന്നത്തെ പള്ളി പണിതതും അന്നത്തെ കാലഘട്ടം അത് കഴിഞ്ഞുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് പള്ളി ചെറിയ പള്ളി ആദ്യം പണിതിരുന്നത് ഈ സൈഡിൽ ഇപ്പുറത്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പള്ളി വന്നത്. പള്ളി വന്നത് ചെറിയൊരു ഒറ്റ ഹാള് പോലെ. ബംഗ്ലാവിലല്ല കുർബാന, എല്ലാവർക്കും ബംഗ്ലാവിലായിട്ട് ആദ്യം കുർബാന. ചുറ്റുപള്ളി അച്ഛൻ മാസത്തിലൊന്നോ അല്ല വിശേഷ ദിവസങ്ങളൊക്കെ കുർബാന ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അങ്ങനെ സ്ഥലം എടുത്ത് ഇവിടെ എടുത്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയ ഒരു ഹാള്, ഒറ്റ ഹാളില് ഒരു പള്ളിയായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞാണ് പിന്നെ ഇങ്ങോട്ടാക്കുന്നത്. പൊതുവായിട്ടുള്ള ഇവിടുത്തെ ചടങ്ങുകള് എല്ലാ പരിപാടികൾക്കും എങ്ങനെയാണ് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ജാതി മതഭേദം എല്ലാവരും കൂടും. ജാതി മതഭേദം ഇല്ലാതെ നമ്മളൊരു പരിപാടി എല്ലാത്തിനും സഹകരണം ഉണ്ട് മൊത്തത്തില്. ജാതി ഇവിടെ ജാതി മതം ആൾക്കാരുന്നപ്പോൾ കുടിയോനെ കുറയാനൊന്നുമില്ല. എല്ലാ കാര്യത്തിനും എല്ലാവരും ഒരുമിച്ച് കോട്ടമേലൊന്നും പണി വെക്കില്ല. അത്രയും സജീവമാണ്. എല്ലാവരും സഹകരിക്കും. ചുറ്റുപാടാണെങ്കിലൊക്കെ എല്ലാ അങ്ങനെ ഇതൊന്നും ഇല്ല. അപ്പൊ 1, 2 വാർഡ് അങ്ങനെ ഇപ്പൊ ഒരു വാർഡ് ഏറെക്കുറെ 3-4 കിലോമീറ്റർ ആരും പണിക്കൊന്നും പോകത്തില്ല. എന്നാൽ ഭയങ്കര സഹകരണമാണ് അപ്പൊ. ഹായ്, എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? നിങ്ങള് ഇവിടുത്തെ CML പിള്ളേരാണോ? CML ഒക്കെ ഉള്ളതാണോ? തിരുബാല സഖ്യ. എങ്ങനെയാ എവിടെയാ പഠിക്കുന്നൊക്കെ? സ്കൂളൊക്കെ എവിടെയാ? എല്ലാവരും പല പല സ്കൂളാണ്. അടുത്തല്ലേ? അടുത്തന്നെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എല്ലാവരും? 6 പ്ലസ് ടു 5 2 1 എല്ലാം ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് ഇവിടെ പള്ളിയും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും അപ്പച്ചന്മാരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നല്ലതാ. പിള്ളേരുണ്ടോ? ഒരുപാട് പിള്ളേരുണ്ടോ? അത്യാവശ്യം പിള്ളേരുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടെ CML തിരുബാല സഖ്യമൊക്കെ എങ്ങനെ പോകുന്നു? അത്യാവശ്യം പരിപാടികൾ നടക്കാറുണ്ടോ? കലാപരിപാടികളൊക്കെ ഉണ്ടോ? പറഞ്ഞോ. അടുത്ത എന്താ പരിപാടി നടന്നു? അവിടെ സ്പോർട്സ് നടന്നു, ഓണാഘോഷമൊക്കെ നടന്നു, എല്ലാം നടന്നു. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ സ്കൂൾ ജീവിതവും ഇവിടുത്തെ പഠനവും കാറ്റഗീസും എല്ലാം കൂടി എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പഠന ജീവിതം? എല്ലാത്തിൻ്റെയും പഠിത്തം അടിപൊളിയാണോ? നന്നായിട്ട് പഠിക്കണ്ടോ? സത്യം പറ. ഉണ്ട്. ഇവിടുന്ന് സ്കൂളിലേക്ക് എങ്ങനെ പോകുന്നു? അപ്പോൾ സ്കൂൾ ബസ് ഉണ്ടോ അതോ ഇവിടെ ബസ് പോകാറുണ്ടോ? നമുക്ക് വീട്ടിൽ കൂടെ ലൈൻ ബസ് പോകാറുണ്ട്. പ്രൈവറ്റ് ബസ്സും KSRTC ഒക്കെ ഉണ്ടോ? ഉണ്ട്, ഇതിൽ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് സ്കൂളും? ഏതൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത് നിങ്ങൾ? ആനക്കല്ല്. വേറെ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? എല്ലാവരും ആനക്കല്ലാണോ? നിർമ്മല, മലമ്പുഴ, ആനക്കല്ല്. അവിടെയോ? ഹോളി ഫാമിലി.
പള്ളി തുടങ്ങിയിട്ട് 1992 അന്ന് ഇത് കോയമ്പത്തൂർ രൂപതയുടെ കീഴിലായിരുന്നു. അപ്പോൾ 1992 ഒരേക്കറും 27 സെന്റ് സ്ഥലവും ആളുകൾ മേടിച്ചു. അന്ന് മരിയ സെൽവ എന്നൊരു അച്ഛനായിരുന്നു. അച്ഛൻ ഇവിടെ അന്ന് പള്ളി പണിതു. ആ പള്ളി പുതുക്കി പണിതാണ് ഇപ്പോഴത്തെ പള്ളി. 1996 ഒരു സ്ഥലം മേടിച്ച് ഇപ്പോഴത്തെ പള്ളി പണിതത്. അച്ഛൻ വന്നിട്ട് എത്ര കാലമായി? ഞാൻ വന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. എത്ര ഇടവകക്കാരുണ്ട് ഇവിടെ? ഇടവകക്കാർ 102 കുടുംബം, ഒരു 62 വീട്. 62 വീട്. ഇത് സുൽത്താൻപേട്ട് രൂപതയുടെ കീഴിലാണ്. എങ്ങനെയാ ഇവിടുത്തെ ആൾക്കാരുടെ വരുമാനം? ഇവിടുത്തെ ജനങ്ങൾ പൊതുവെ ഇവര് വലിയ പാടം പാലക്കാട് സൈഡിൽ നിന്ന് കുടിയ പാർത്തവരാണ്. റബ്ബർ വെട്ടിന് വേണ്ടി വന്ന ജനങ്ങളാണ്. കുറച്ച് പേരെ കോട്ടയം മുണ്ടക്കയത്തു നിന്ന് വന്നവരുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ മുഖ്യ ജീവിത രീതി കുറച്ച് പേരെല്ലാം റബ്ബർ വെട്ടുന്നവരും അതുപോലെ കൂലിവേലക്കാരും, ചിലരെല്ലാം പുറത്തു പോയി കൂലിവേലയ്ക്ക് പോകുന്നവരാണ്. ഒരുപാട് ബുദ്ധിമുട്ട്, ഒത്തിരി ദാരിദ്ര്യത്തിനോ കടന്നു പോയവരാണ്. അപ്പൊ പണ്ടെല്ലാം അവർക്ക് ഇവിടെ ഇതിൽ കൂടെ റോഡ് ഉണ്ടായിരുന്നില്ല. ഈ പള്ളിയുടെ മുമ്പിൽ ഇവിടെയാണ് അവർ വന്ന് ബോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഈ ബസ്സാണ് ബോട്ട് ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ അവര് പാലക്കാട് പോയിട്ട് ഒരാഴ്ചക്കുള്ള പച്ചക്കറിയും സാധനങ്ങളും അരിയെല്ലാനും കൊണ്ടുവരും. അതുപോലെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് അത്ര വളർന്നിട്ടില്ല നമ്മുടെ മറ്റ് ജില്ലകളെ പോലെ. അതുപോലെ തന്നെ അവർ എല്ലാം റോഡില്ലാത്തത് കൊണ്ട് കരമാർഗം അവർ അധികം ഉപയോഗിച്ചിട്ടില്ല. ജലമാർഗമായിരുന്നു അവരുടെ പോകാനും വരാനുള്ള ഏകമാർഗം. പിന്നീട് 2010 ഈ റോഡ് ഇങ്ങനെ ഇന്നത്തെ ടാറിട്ട റോഡായിട്ട് മാറിയത്. ഇവിടെ എങ്ങനെ ആൾക്കാർക്ക് കൃഷിയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ? കൃഷിയുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എല്ലാവരും റബ്ബർ ജോലി, എസ്റ്റേറ്റുകളിലാണ് അവർ ജോലിക്ക് പോകുന്നത്. കൂടുതലും റബ്ബറാണോ? റബ്ബറാണ്. പണ്ട് ഇവര് നെൽകൃഷി ചെയ്തിരുന്നു, പിന്നീട് അത് നിർത്തിയവര്. അധികാരി ഇടവകയിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും ഇല്ല. തൽക്കാലം ഇപ്പോൾ കൂടുതലും കർഷകരാണ്. എല്ലാവരും കർഷകരാണ്. എത്രത്തോളം ഈ അവർക്ക് ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ 2018 ഇവിടെ മിഷണറീസ് ഓഫ് ഫെയ്ത്ത് വികാരിയായിട്ട് ഏറ്റെടുത്തപ്പോൾ പാവങ്ങളെ വീട് പണിയാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2018 ജലപ്രളയത്തിൽ ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നുണ്ട്. എത്ര കാലമായി നിങ്ങൾ ഇവിടേക്ക് കുടിയേറിയിട്ട്? 39 വർഷം. 84 വന്ന. 84. അന്നൊന്നും ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല. റോഡില്ല, ബോട്ടും തോണിയൊക്കെയാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. പിന്നെ വേനൽക്കാലമായ ജീപ്പ് ഓടും ഡാമിക്കൂടെ വഴി. അമ്മച്ചിയുടെ നാടോ? അമ്മച്ചിയുടെ വീട് ആലപ്പുഴ. അപ്പത്തൻ്റെ വീട് കൈനേരി, കുട്ടനാട്. എന്താ ഇങ്ങോട്ട് പോരാനുള്ള കാരണം? കൃഷി ഇങ്ങോട്ട് കാർഷികപരമായിട്ട് കുറച്ച് നല്ല ഭൂമി വാങ്ങി കൃഷി കുറച്ച് വിലപ്പെടുത്തുക, മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് ഭൂമി തരക്കേടില്ല, പക്ഷേ സൗകര്യത്തിൻ്റെ കുറവും കാട്ടുമൃഗങ്ങളുടെ ശല്യവും വന്യമൃഗ ശല്യങ്ങൾ. ഇപ്പോൾ ഒക്കെ കുറച്ച് ഇലക്ട്രിക് ഫെൻസിങ് വന്നേ പിന്നെ കുറച്ചൊക്കെ ആശ്വാസമുണ്ട്. പിന്നെ റോഡ് വന്നു, സർവീസായി. അതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒത്തിരി പണിയെടുത്തു, മണ്ണിനോട് മല്ലടിച്ചിട്ട് ജീവിച്ച ഭാഗങ്ങളാണ്. ഇന്നിപ്പോൾ ഇന്ന് കാണുന്ന ഭൂമി അല്ല അന്ന് കാണുന്നത്. അന്ന് പുല്ലും കാടും അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് പാടങ്ങളായിരുന്നു. ഇവിടെ വന്നപ്പോ ഇവിടെ ചുറ്റും എന്ത് തരത്തിലുള്ള കൃഷികളാണ് കൂടുതലും? നെൽകൃഷിയും കരക്ക് കൃഷികളൊന്നും ഇല്ല. കരഭൂമി കാടായിട്ട് കിടക്കുകയുള്ളൂ. കണ്ടം, വെള്ളം തിരിയുന്ന കണ്ടങ്ങൾ മാത്രമേ കൃഷിയുള്ളൂ. അത് നെല്ലാണ് മെയിൻ. നെല്ല് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെപ്പോലെയുള്ളൊരു നാട്ടുകാർ വന്നവർ മാത്രം കുറച്ച് വാഴയോ, ഞാൻ കുറച്ച് ഏത്തവാഴ വെച്ചു, പച്ചക്കറി ചെയ്തു, അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്ത് മഞ്ഞൾ, ഇഞ്ചി, കപ്പ,
കപ്പയിട്ടാൽ കിട്ടത്തില്ല. കിട്ടത്തില്ല. പിന്നെ അതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ചെയ്യുമായിരുന്നു. ഇവിടുന്ന് വെള്ളം വരുന്നതും അപ്പോൾ ഇങ്ങനെ മലമ്പുഴ ഡാം? വെള്ളം വരുന്നത് മലമ്പുഴ ഡാമിൻ്റെ അല്ല, ആ ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന പുഴ. ആ ആ മലമ്പുഴയെന്ന് തന്നെ പേരുണ്ടല്ലോ. മലയുടെ മുകളിൽ കുറച്ച് അങ്ങോട്ട് മാറിയാൽ കാണാൻ പറ്റും. അതെ. ആ വരുന്ന പുഴയാണ് ഡാമിലേക്കുള്ള പ്രധാന ജലസ്രോതസ്. അതാണ് മലമ്പുഴ എന്നുള്ള പേര് തന്നെ. ആ വെള്ളമാണ് ഈ പുഴ. ആ പുഴയുടെ ഒരു സൈഡിൽ കൂടെ ഉപചാലുകൾ കൊണ്ടുവന്നിട്ട് ആ വെള്ളമാണ് നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്. നനയ്ക്കാനും അത്യാവശ്യം. അന്നൊക്കെ കുടിവെള്ളം എന്ന് പറയുന്നത് പുഴ വെള്ളമാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും കിണറൊക്കെ ഞാൻ കിണർ കുഴിച്ചിട്ടുണ്ട്, മോട്ടർ വെച്ചു, സൗകര്യങ്ങളൊക്കെ. ഈ ചുറ്റുപാടുള്ളവരും ഒരു കുടിയേറ്റക്കാരാണോ? കുടിയേറ്റക്കാരല്ലാത്തവരെന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് കുറച്ച് ആദിവാസികളും ഹരിജനങ്ങളുമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കുടിയേറ്റക്കാരല്ലാത്തവരുള്ളൂ. ബാക്കിയെല്ലാം കുടിയേറ്റക്കാരും പിന്നെ ഈ എസ്റ്റേറ്റ് വഴിയൊക്കെയുള്ള ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ അവരും വന്നവരാ. വന്നവർ കുടിയേറ്റക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്തിരി പുരോഗമനം ഉണ്ടായത്. ഈ റോഡൊക്കെ അതിൻ്റെ പേരിലുണ്ടായതാണ്. റോഡ്, ഇലക്ട്രിക്, ടെലിഫോണ്, ഇപ്പോൾ വൈഫൈ വരെ ആയത്. എങ്ങനെ ഈ ചേട്ടൻ വന്ന് കഴിഞ്ഞ ശേഷമാണോ ഇവിടെ നിങ്ങൾക്ക് വന്ന് ശേഷമാണ് ഈ വഴിയൊക്കെ ഇവിടെ റോഡ് ഉണ്ടായത്? ഈ വഴി എത്രത്തോളം റോഡുണ്ടായത് 2005 തുടക്കം ഇട്ടു. 2015 കൂടിയാണ് ഏകദേശം പൂർത്തിയായത്. ടാറിങ് അടക്കം. മണ്ണ് റോഡ് ഒരു 2012 ആയായിരുന്നു. എർത്ത് വർക്ക് കഴിഞ്ഞു. പിന്നെ മെറ്റൽ ചെയ്ത് അങ്ങനെ കടന്നു. പിന്നെ 2 ബസ് ഓടി. ബസ്സൊക്കെ കല്ല് ചാടി ബസ് ആദ്യത്തെ അതിൻ്റെ ബസ്സെല്ലാം തല്ലിപ്പറഞ്ഞ് പോയി. എന്നും നന്നാക്കാനുള്ള കാശേ കിട്ടുള്ളൂ. പിന്നെ ടാറിങ് ആയപ്പോൾ അയാൾ നഷ്ടത്തിലായിട്ട് അയാൾ കടം കയറി. അവർ തമിഴനായിരുന്നു. 2 ബസ് ഇട്ട് ഓടിച്ചു. പുള്ളിക്ക് നഷ്ടം സംഭവിച്ച അവസാനം പുള്ളിയുടെ സാമ്പത്തികം എല്ലാം അതോടുകൂടി അസ്തമിച്ചു പോയി. പിന്നെ അങ്ങനെ പുള്ളി ആ ഫീൽഡ് വിട്ടു. ഇപ്പോൾ എടുത്തിരിക്കുന്ന ടീം ഇപ്പോൾ ടാറിങ് ആണല്ലോ. ടാറിങ് നല്ല റോഡായതുകൊണ്ട് വണ്ടിക്ക് പരിക്കില്ല. അപ്പോഴത്തേക്ക് അയാൾ പോയി. നമുക്ക് എന്തൊക്കെ കൃഷി ഉണ്ടോ മെച്ചി ഇവിടെ ഈ നമ്മുടെ പറമ്പിലോ? കമുക, വാഴ, ഇഞ്ചി, മഞ്ഞൾ, കപ്പ, വെണ്ട, പാവല് എല്ലാം ഉണ്ട്. മിക്കവാറും എല്ലാ കൃഷികളും നമുക്കുണ്ട്. പുറത്തുനിന്ന് ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അധികം. മിക്കവാറും വേണ്ട. എല്ലാവരും തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ. ഇങ്ങോട്ട് മേടിക്കേണ്ടതായിട്ടുള്ളത് അരി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുരങ്ങിന്റെ ഒക്കെ ശല്യം ഉണ്ടോ ഇവിടെ? നമുക്കങ്ങനെ ശല്യം വന്നിട്ടില്ല. കുരങ്ങ് ഇടയ്ക്ക് ഒരു 1-2 കുരങ്ങ് ഇവിടെ വന്നായിരുന്നു. നമ്മുടെ പട്ടിയെ ഓടിച്ച് അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ പോയി. ഇപ്പം തൽക്കാലം വലിയ കുഴപ്പമില്ല. പറമ്പിലേക്ക് പന്നി വരുന്നില്ല. വരുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇതിൻ്റെ വേലിക്ക് പുറത്തേക്ക് വരും. നമ്മൾ ഈ പറഞ്ഞില്ലേ ഫെൻസിങ് കൊടുത്തതിൻ്റെ പേരിൽ പേടിച്ചിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ വരും. ഇല്ലാത്ത ഭാഗത്ത് വരും. ഇതിന്ന് എന്തോരം ലാഭവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്? കൃഷിക്കാരെ സംബന്ധിച്ച് സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് ഒരിക്കലും ലാഭമില്ല. എന്നാൽ നഷ്ടമാണോ വേണ്ടി എന്തിനാ കൃഷി നിർത്തിക്കൂടെന്ന് ചോദിച്ചാൽ കൃഷി നിർത്തിയിട്ട് വേറെ ഒന്നിനും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു ക്രയവിക്രയം ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ടോ കിട്ടുന്ന മിച്ചം കൊണ്ട് ചിലപ്പോൾ ഒരു വീട് പണിയും, അല്ലെങ്കിൽ ഒരു പെണ്ണെ കെട്ടിക്കും, അല്ലെങ്കിൽ പിള്ളേർ വിദ്യാഭ്യാസത്തിന് വിടും. ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് മിച്ചബാക്കി ഒരിക്കലും കർഷകൻ ഉണ്ടാക്കുകയില്ല.